നമസ്കാരം. തനു സ്പേസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആവർത്തന ചോദ്യങ്ങളാണ്. ഇനി വരാൻ പോകുന്ന കേരള PSC എക്സാം എഴുതുന്ന ഏവരെയും ആവർത്തന ചോദ്യങ്ങൾ പഠിക്കാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ആരാണ് അതിർത്തി ഗാന്ധി? ആരാണ് അതിർത്തി ഗാന്ധി? നമുക്കറിയാം, ആൻസർ അറിയാം. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ റെയിൽവേ നിലവിൽ വന്ന വർഷം. റെയിൽവേ മീൻസ് റെയിൽ 3 1853. 1853 3 ആണ് റെയിൽവേക്ക് വരിക. ഇന്ത്യൻ റെയിൽ നിലവിൽ വന്ന വർഷം ഏതാണ്? 1853. നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ആരാണ്? നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ആരാണ്? നീൽ ദർപ്പൺ. ആൻസർ ആരാണ്? ദീനബന്ധു മിശ്ര. നീൽ ദർപ്പൺ ദീനബന്ധു മിശ്ര. നെക്സ്റ്റ് വൺ, പൂർണ്ണ സ്വരാജ്യം എന്ന ആശയം നടപ്പിലാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ആൻസർ ലാഹോർ. നെക്സ്റ്റ് വൺ, 1957 നാനാ സാഹിബ് കലാപം നയിച്ച സ്ഥലം. 1957 നാനാ സാഹിബ് കലാപം നയിച്ച സ്ഥലം ഏതാണ്? നാനാ സാഹിബ്. ആൻസർ കാൺപൂർ. നാനാ സാഹിബിൻ്റെത് കാൺപൂറാണ്. കാൺപൂർ. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്ന ആരാണ്? ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ആരാണ്? ദത്തവകാശ നിരോധന നിയമം. ആൻസർ ഏതാണിത്? ഡൽഹൌസി പ്രഭു. ദത്തവകാശം ഡൽഹൌസി പ്രഭു. നെക്സ്റ്റ് വൺ, ശ്രീരംഗപട്ടണ ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ് ആരാണ്? ആൻസർ ടിപ്പു സുൽത്താൻ. ശ്രീരംഗപട്ടണം ടിപ്പു സുൽത്താൻ. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലം ഏതാണ്? ഏത് സ്ഥലം? ആൻസർ തിരുനെൽവേലി. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ തിരുനെൽവേലി. ഭരണഘടനയുടെ ആമുഖമല്ല, താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ആൻസർ ആമുഖത്തിനെയാണ്. താക്കോലും ആമുഖവും കണക്ട് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്, അങ്ങനെ സംഭവിച്ചു അല്ലേ? ഭരണഘടനയുടെ താക്കോൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആമുഖത്തെ തന്നെയാണ് പറയുക. ഫ്രണ്ട് പേജ് തുറക്കുമ്പോൾ കിട്ടുന്നതാണ്, താക്കോലിട്ട് തുറക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ, കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം എത്രയാണ്? 11. പെരിയാർ കടുവ സങ്കേതം നിലകൊള്ളുന്ന ഒരു ജില്ല ഏതാണ്? ആൻസർ ഇടുക്കി ജില്ല. കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷൻ ഉണ്ട്? മുനിസിപ്പൽ കോർപ്പറേഷൻ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ ആൻസർ 6 ആണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടും ചോല. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട് ഏതാണ്? ബാട്ടുപ്പെട്ടി. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷം 2017 ആണ്. മെട്രോ ഉദ്ഘാടനം ചെയ്തത് 2017. പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരം ആരാണ്? പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരം ആരാണ്? MT വത്സമ്മ. വത്സമ്മയ്ക്കാണ് പത്മശ്രീ ആദ്യമായി ലഭിച്ചത്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതി ഏതാണ്? വിദ്യാതീരം. തീരത്തുകൊണ്ട് വിദ്യാഭ്യാസം കൊടുക്കുന്നു. ഉന്നത വിദ്യാഭ്യാസം, സൗജന്യ പരിശീലനം, ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം. അത് IAS അതുപോലുള്ള ഉന്നത പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് എൻട്രൻസ് കോച്ചിങ്ങിനുമുണ്ട്, MBBS ഉള്ള അതിനുള്ള പരിശീലനം കൊടുക്കുന്നതിനുമൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. വിദ്യാതീരമാണ് പദ്ധതിയുടെ പേര്, വിദ്യാതീരം. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആണോ? ഉപമുഖ്യമന്ത്രി നമുക്കറിയാം. അത് നോക്കും, പഴയ പേരുകളാണ് അല്ലേ? നമുക്ക് ഇപ്പോഴത്തെ പുതിയ പേര് നോക്കുമ്പോൾ അറിയാം. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി അല്ലേ? ആൻസർ R. ശങ്കർ.
ഉപമുഖ്യമന്ത്രിയാണ് ആര്? ആർ ശങ്കർ. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഇപ്പോഴത്തെ വൈദ്യുതി മന്ത്രി ആരാണ്? കെ കൃഷ്ണൻകുട്ടി. നെക്സ്റ്റ് വൺ, സമത്വ സമാജത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഇതിന് നമുക്ക് സംശയമില്ല അല്ലേ? ആൻസർ വൈകുണ്ഠസ്വാമികൾ. തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിഭായിയാണ്. അടിമ സമ്പ്രദായം നിർത്തലാക്കിയത് റാണി ഗൗരി ലക്ഷ്മിഭായി. കല്ലുമാല സമരം നടത്തിയത് ആരാണ്? അയ്യൻകാളി. ജാതിക്കുമ്മി എന്ന കവിത രചിച്ചത് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ. തോൽവിറക് സമരം നടന്നത് ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിൽ. ഇതെല്ലാം നിങ്ങൾക്കും അറിയാവുന്നതായിരിക്കും. റിവിഷൻ ചെയ്യുക. കുണ്ടറ വിളംബരം നടന്ന വർഷം ഏതാണ്? 1809. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം? ആൻസർ പയ്യന്നൂർ. ഗാന്ധിജി എന്തിനെയാണ് ആധുനികതയിലെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്? ആൻസർ എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരം. നെക്സ്റ്റ് വൺ, ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ അസഫലി. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? കെ കേളപ്പൻ. പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിലെ ആകെ പല്ലുകളുടെ എണ്ണം എത്രയാണ്? 32. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ D. COVID-19 രോഗത്തിന് കാരണം ഏത് വിഭാഗത്തിൽപ്പെട്ട സൂക്ഷ്മജീവികളാണ്? വൈറസ്. മനുഷ്യശരീരത്തിൽ അന്നപഥത്തിലെ ഏത് ഭാഗമാണ് ആഹാരത്തിലെ പോഷകഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്? ഏതാണിത്? ചെറുകുടലിലാണ് നടക്കില്ല. ആമാശയത്തിലെ ആസിഡ് ഏതാണ് നമുക്കുള്ളത്? ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ആമാശയത്തിൽ കാണപ്പെടുക അല്ലേ? ആഹാരം അന്നനാളം വഴി ആമാശയത്തിൽ വരുന്നുണ്ടോ ചോദിച്ചാൽ പകുതിയൊക്കെ ദഹിച്ചു തുടങ്ങുന്നുണ്ട്. ഹൈഡ്രോക്ലോറിക്കിൻ്റെ സാന്നിധ്യത്തോടുകൂടി ദഹിച്ചു തുടങ്ങുന്നു. ചെറുകുടലിൽ വെച്ചത് ദഹനം പൂർണ്ണമായും നടക്കുന്നു. അതിനുശേഷം അവിടെയുള്ള വില്ലസുകളിലൂടെ ആഹാരത്തിൻ്റെ പോഷകങ്ങൾ ഗ്ലൂക്കോസായിട്ടും ഒക്കെ മാറുന്നില്ലേ? പോഷകങ്ങൾ ഇങ്ങോട്ട് പോകുന്നു, ബ്ലഡിലേക്ക് വഴി നമ്മുടെ ബോഡിയിൽ എല്ലാ ഭാഗത്തും പോകുന്നു. അപ്പോൾ ചെറുകുടലിൽ വെച്ചാണ് ദഹനം പൂർണ്ണമാകുന്നു. ചെറുകുടലിൻ്റെ ഭിത്തിയിൽ എന്തുണ്ട്? വില്ലസുകളുണ്ട് ഇല്ലേ? ആ വില്ലസുകളിലേക്കാണ് ഏറ്റവും ചെറിയ കണികകളായ ഗ്ലൂക്കോസ് എന്ന തന്മാത്രയൊക്കെയായി മാറുമ്പോഴത്തേക്കിൽ അന്നജം കഴിച്ച് ഗ്ലൂക്കോസായിട്ട് മാറുന്നു. അങ്ങനെ ആ ചെറിയ കണികൾ നമ്മുടെ വില്ലസുകളിൽ ചേർന്നിട്ട് വില്ലസുകളുള്ള ബ്ലഡ് വെസൽസ് ഉണ്ടല്ലോ, അതുവഴി ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വേണ്ടടുത്തൊക്കെ കൊണ്ട് എത്തിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ, മാരക രോഗങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏത് പേരറിയപ്പെടുന്നു? ഏത് പദ്ധതിയാണത്? താലോലം. 18 വയസ്സിൽ താഴെയാണ് താലോലം. നെക്സ്റ്റ് വൺ, സങ്കരയിനം തക്കാളി ഏതാണ്? അക്ഷയാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻസർ കാസർഗോഡ്. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതി ഏതാണ്? ആൻസർ ഹൈഡ്രോപോണിക്സ്. നെക്സ്റ്റ് വൺ, ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? ആൻസർ ഇക്കോളജി. റെഡ് ഡേറ്റ ബുക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളും ജന്തുക്കളുമാണ്? ചുവന്ന ബുക്ക്. റെഡ് ഡേറ്റ ബുക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളും ജന്തുക്കളുമായിരിക്കും? ആൻസർ എന്താണ്? വംശനാശീയ ഭീഷണി നേരിടുന്നവ അല്ലേ? എന്ന് പറയുമ്പോൾ അവിടെ എണ്ണം കുറച്ചേ ഉണ്ടാവുള്ളൂ ആ ഏരിയയിൽ അല്ലേ? കുറച്ച്. ഇപ്പോൾ ഏത് പ്രത്യേകിച്ച് ഏരിയയിലും ആ ജീവിവർഗത്തിൻ്റെ എണ്ണം ലിമിറ്റഡ് ആയിരിക്കും. ഇപ്പോൾ സിംഹം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് നമ്പർ അല്ലേ? അതേപോലെ മറ്റു പല ജീവികളുമുണ്ട്, പാണ്ട, അതുപോലെ കുറേ ജീവികൾ. അതായത് നമ്പർ 1000 താഴെയുള്ള നമ്പർ ആയിരിക്കും എപ്പോഴും എല്ലാം കൂടി എടുത്ത് നോക്കിയാലും അല്ലേ കാണുന്നത്. അങ്ങനെയുള്ളവ എന്ത് വരത്തുള്ളൂ? റെഡ് ഡേറ്റ ബുക്കിൽ ഉൾപ്പെടുത്തുള്ളൂ. അപ്പോൾ വംശനാശ ഭീഷണി, അവരുടെ വംശം നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഭീഷണി നേരിടുന്നവയാണെന്ത്? റെഡ് ഡേറ്റ ബുക്കിൽ ഉൾപ്പെടുന്നവ. ഇനി ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? സിംഹത്തിൻ്റെ റെഡ് ഡേറ്റ ബുക്കിൽ വരുന്നില്ല കേട്ടോ, അത് പറയണ്ട. കടുവ, അത് എണ്ണം കുറയുന്നുണ്ട്. എണ്ണം കുറയുമ്പോൾ എന്താണത്? വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടേ ഇരിക്കുകയാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ,
ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? റുദർഫോർഡാണ്. റുദർഫോർഡ്. സൗരയൂഥ മാതൃക കണ്ടെത്തിയത് റുദർഫോർഡാണ്. സൗരയൂഥ മാതൃക കണ്ടെത്തിയത് റുദർഫോർഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ എന്ന് പറയുമ്പോൾ അത് സിങ്കാണ്. നെക്സ്റ്റ് വൺ, പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലായിരിക്കും കാണപ്പെടുക? പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലായിരിക്കും കാണപ്പെടുക? ആൻസർ 18-ാം ഗ്രൂപ്പിൽ. 18-ാം ഗ്രൂപ്പ് മൂലങ്ങളാണ് പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ എന്ന് പറയാം. അലസവാതകങ്ങൾ എത്രയാണ്? 18-ാം ഗ്രൂപ്പിലാണ് അലസവാതകങ്ങളുള്ളത്. നെക്സ്റ്റ് വരുന്നത് ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ നിന്ന് ഏക ആറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണം കണ്ടെത്തുക. ഏക ആറ്റോമിക തന്മാത്ര ഏതൊക്കെയാണ് ഇത് വരിക? ആൻസർ ഗോസ്റ്റ് ഏതാണ്? ഹീലിയമാണ്. നെക്സ്റ്റ് LPGയിലെ മുഖ്യ ഘടകം ഏതാണ്? LPG അല്ലേ, ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്. ബ്യൂട്ടൈൻ. ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഡെസിബലാണ്. ഊർജത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ജൂളാണ്. ഒരു സദിശ അളവ് ഉദാഹരണം, സദിശ അളവിന് ഉദാഹരണം ഏതാണ്? ത്വരണമാണ്. അടുത്തത് കടൽക്കാറ്റുണ്ടാകുന്നതിന് കാരണമായ താപപ്രക്രിയ ഏതാണ്? ആൻസർ എന്താണ്? സംവഹനം. ഒരു ഗോളീ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരവും എഫ്, ആ ദർപ്പണത്തിൻ്റെ വക്രത ആരവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഗോളീ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരവും അതിൻ്റെ വക്രത ആരവും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കാം? F=R/2 ആണ്. ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് R/2 ആരത്തിൻ്റെ പകുതിയാണ്. R/2 ആണ്. F=R/2 ആയിരിക്കും എപ്പോഴും വരിക. അടുത്തത് LDയുടെ പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ലാബോസിൻ്റെ പ്രിലിംസിന് ഏറ്റവും അനുയോജ്യമാണ് ഇത് ചോദിക്കാൻ. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? എസ് സോമനാഥാണ്. നെക്സ്റ്റ് വൺ, വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14-ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേര്. വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14-ാം നൂറ്റാണ്ടിൻ്റെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേര് എന്തായിരുന്നു? ആൻസർ ലീലാതിലകം. നെക്സ്റ്റ് വൺ, വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവും ബന്ധപ്പെട്ട് നിൽക്കുന്നു? വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? ആൻസർ വിപണനം. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിൻ്റെയാണ്? ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിൻ്റെ ആയിരുന്നു? ചൈന. ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിൻ്റെയാണ്? ചൈനയുടെയാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? ആൻസർ പരിസ്ഥിതി. ഈ 4th ക്വസ്റ്റ്യനിൽ എനിക്ക് ഡൗട്ട്സ് ഉണ്ടായിരുന്നപ്പോൾ ഫൈനൽ ആൻസർക്ക് പ്രകാരം നമുക്ക് എന്ത് തന്നെയാണ്? ചൈനയാണ് ആൻസർ അല്ലേ? എനിക്ക് ചെറിയ ഡൗട്ട് അന്ന് വന്നിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിൻ്റെ ആയിരുന്നു? ചൈനയുടെയാണ്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? പരിസ്ഥിതിയാണ്. 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? മിഥാലി രാജ്. 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ്? ദാമോദർ മൗസോ. എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? മീററ്റ്. നെക്സ്റ്റ് വൺ, എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത്? ആൻസർ ഫെബ്രുവരി 28. ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്? ആൻസർ ഓപ്ഷൻ സി 2021. ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ ഖൈബർ ചുരം ഇന്ത്യയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏതാണ്? അർജൻറ്റീന, അൾജീരിയ, ബ്രസീൽ, സൗദി അറേബ്യ. ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം
ഏതാണ്? ആൻസർ ബ്രസീലാണ്. ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആൻസർ ഗോസ് ടു ആനമുടി. താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകം അല്ലാത്തത് ഏതാണ്? ശുദ്ധജല തടാകം അല്ലാത്തത് ഏതാണ്? ഊളാർ തടാകം, ദാൽ തടാകം, ലോക്തക് തടാകം, സംഭാർ തടാകം. ആൻസർ എന്താണത്? സംഭാർ തടാകം. ശുദ്ധജല തടാകം അല്ലാത്തത് സംഭാർ തടാകം. സോ ഉളാർ, ലോക്തക്, അല്ലേ, മണിപ്പൂരിൻ്റെ ലോക്തക്, ദാൽ തടാകമൊക്കെ എന്താണ്? ശുദ്ധജല തടാകങ്ങൾ ആണ്. നെക്സ്റ്റ്, സർദാർ സരോവർ അണക്കെട്ട്. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ നർമ്മദ. സർദാർ സരോവർ നർമ്മദയിലാണ് സ്ഥിതി ചെയ്യുന്നത്. താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? റൂർക്കല. ജർമ്മനി എന്ന് പറയുമ്പോൾ നമുക്ക് റൂർക്കല എപ്പോഴും ഓർമ്മ വരും. നെക്സ്റ്റ്, കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഛത്തീസ്ഗഡ്. കോർബ കൽക്കരിപ്പാടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഛത്തീസ്ഗഡിലാണ്. ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഏതാണത്? സാദിയ ദുബ്രിയാണ്. സാദിയ ദുബ്രി. നെക്സ്റ്റ് വൺ, നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദ്. അടുത്തത്, നറോറ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. നറോറ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. നറോറ ഉത്തർപ്രദേശിലാണ്. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്? നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്? ആൻസർ എന്താണ്? ബംഗാളി ഭാഷ. ബംഗാളി ഭാഷ. ദേശീയ ഗാനം ജനഗണമന ബംഗാളി ഭാഷ. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ഏത് കൃതിയിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്? ആൻസർ ആനന്ദമഠം. ഇന്ത്യൻ പൗരൻ്റെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏതാണ്? പ്രസ്താവന നോക്കാം. തെറ്റായ പ്രസ്താവന ഒന്നും നോക്കാം, ഇല്ല, പെട്ടെന്ന് തന്നെ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. മൗലികാവകാശം ന്യായവാദാർഹമല്ല എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന കേട്ടോ. ശരിയെ നമുക്ക് അറിഞ്ഞെങ്കിൽ മാത്രം തെറ്റിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഇത് ഒന്ന് വായിക്കാം. മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്. മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. ജോലി കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ മൗലികാവകാശങ്ങളെ മുറുക്കെ പിടിക്കുക എപ്പോഴും, അല്ല, അതാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ഒരു രീതി. അപ്പോൾ നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ വിവരാവകാശം നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ വിവരാവകാശം നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 2005. 2005 PSC കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? ഗവൺമെൻറ്റിൻ്റെ ഭാഗം അല്ലെങ്കിലും ആണെങ്കിൽ പോലും നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ന്യായമായ കാര്യങ്ങൾ ചെയ്യുന്ന, അല്ല, സേവനം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്നവർ, നമ്മൾ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, നമ്മളിലൂടെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുക. ആ ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ PSCയിലേക്ക് വേഗം എത്താൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് വൺ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? മൗലിക കടമകൾ എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? എവിടെ നിന്നാണ്? സോവിയറ്റ് യൂണിയൻ, റഷ്യ. കടമകൾ സോവിയറ്റ് യൂണിയൻ, റഷ്യ. മൗലിക കടമകൾ സോവിയറ്റ് യൂണിയൻ, റഷ്യയിൽ നിന്ന് ബോറോ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഏത് ആർട്ടിക്കിളാണ് ഹൃദയവും, അല്ലെ, ആത്മാവും ഹൃദയം എന്ന് പറയുമ്പോൾ ഏത് ആർട്ടിക്കിളാണത്? ആർട്ടിക്കിൾ 32 ആണ്. ആർട്ടിക്കിൾ 32. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതല്ല? ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതല്ല? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആന, കാള, സിംഹം, കുതിര. ആന, കാള, സിംഹം, കുതിര എന്നിവ. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? സമത്വം, സ്വാതന്ത്ര്യം, സ്വത്ത്, മതസ്വാതന്ത്ര്യം. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? നമുക്ക് ഓപ്ഷൻ സി, സ്വത്തവകാശമാണ്. അടുത്തത്,
ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്നാണ്? ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം ഏതാണ്? ആൻസർ 47 ജൂലൈ 22 1947 ജൂലൈ 22. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? സംവാദ് കൗമുദി. 1907 ജർമ്മനിയിൽ സ്റ്റഡ്ഗട്ടിൽ വെച്ച് നടന്ന ഇൻ്റർനാഷണലിൻ്റെ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത. സ്റ്റഡ്ഗട്ടിൽ വെച്ച് നടന്ന ഇൻ്റർനാഷണൽ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, മാഡം ഭിക്കാജി കാമ. മാഡം ഭിക്കാജി കാമയാണ്. നെക്സ്റ്റ് വൺ, പ്രത്യക്ഷരക്ഷാ ദേവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ കുമാര ഗുരുദേവൻ. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ച സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ ആരാണ്? ആൻസർ എന്താണ്? ദാദാഭായ് നവറോജിയാണ് ചോർച്ചയുടെ കാരണം കണ്ടെത്തിയത് നവറോജിയാണ്. ദാദാഭായ് ആണോ? ദാദാഭായ് നവറോജി. ചോർച്ച അതൊക്കെ നമുക്ക് പഠിച്ചിട്ടുള്ള തറവായി പഠിച്ചിട്ടുണ്ടാവേണ്ട കാര്യങ്ങൾ, മറക്കാനേ പാടില്ല. അതൊക്കെ ഷുവർ ക്വസ്റ്റ്യൻസ് അല്ലേ, എപ്പോഴും ഒരു പ്രാവശ്യമല്ല അടുത്ത പ്രാവശ്യം അത് ചോദിച്ചിരിക്കും. നെക്സ്റ്റ് വൺ, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? ആൻസർ മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ആരാണ്? തിരുവിതാംകൂർ സർവകലാശാല. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കെ കേളപ്പൻ. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ്. ആൻസർ ഏതാണ്? ചട്ടമ്പിസ്വാമികൾ. നിരൂപണവും പ്രാചീന മലയാളവും ചട്ടമ്പിസ്വാമികളാണ്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? 7.5 മീറ്റർ 10 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ അത്രയും ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗത്തിന് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇടനാടെന്നാണ് അറിയപ്പെടുക അല്ലേ. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ആൻസർ ശാസ്താംകോട്ട ശാസ്താംകോട്ട തടാകമാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട തടാകം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? ആൻസർ എന്താണ്? വേമ്പനാട്ടു കായൽ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏതാണ്? അറിയാം, വയനാട് ജില്ല. നെക്സ്റ്റ് വൺ, ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ഏതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ശമ്പഴന്തി. കേരളത്തിലെ ദേശീയ ജലപാത ഏതാണ്? കേരളത്തിൽ കൂടി ഒഴുകുന്ന ദേശീയ ജലപാത ഏതാണ്? NW3 കൊല്ലം കോട്ടപ്പുറം എന്ന് പറയുന്നത്. 1917 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. പ്രൈമറി വിദ്യാഭ്യാസം. ആൻസർ ഗൗരി പാർവതിഭായ്. എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, പ്രൈമറി വിദ്യാഭ്യാസം വരുമ്പോൾ പാർവതിഭായ് എന്ന് ഓർത്തുകൊള്ളുക. വായ്ക് സത്യാഗ്രഹത്തിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? മന്നത്ത് പത്മനാഭൻ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് ഇവിടെ വെച്ചാണ്? ആൻസർ ലാഹോർ വെച്ച്. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി, സേനാനി ആരാണ്? ബാലഗംഗാധര തിലകിനെയാണ് ലോകമാന്യ എന്ന് വിളിച്ചേക്കുന്നത്. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ.
ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷനാണ് ഏത്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. ഉന്നത വിദ്യാഭ്യാസ കമ്മീഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് കേരളത്തിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം. ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ്? ആൻസർ 1957 ആണ്. നെക്സ്റ്റ് വൺ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് ഫസൽ അലി. ജസ്റ്റിസ് ഫസൽ അലിയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം ഏതാണ്? മീററ്റാണ്. കേരളത്തിൻ്റെ ദേശീയ ഉത്സവം എന്താണ്? ഓണം. വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു ചോദിച്ചു കഴിഞ്ഞാൽ തുലാവർഷം. വടക്ക് കിഴക്കൻ തുലാവർഷം. വരിക വരിക സഹചര്യ വലിയ സഹന സമരമായി ഈ സ്വാതന്ത്ര്യ സമര ഗാനത്തിൻ്റെ രചയിതാവ് ആരാണല്ലേ? വരിക വരിക സഹചര്യം എന്ന് പറയുമ്പോൾ ആരാണ്? അംശി നാരായണ പിള്ളയാണ് അങ്ങനെ പാടിയിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ജില്ല. തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്ത. വില്ലുവണ്ടി ഓർക്കുമ്പോൾ ആരെ ഓർക്കണം? അയ്യങ്കാളി. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിച്ച വർഷം. ആദ്യത്തെ റെയിൽവേ പാത എന്നൊക്കെ ചോദിച്ചേക്കുന്നില്ലേ? അപ്പോൾ എന്തെഴുതും? 1861 ഫസ്റ്റ് റെയിൽവേ പാത. ബേപ്പൂർ മുതൽ തിരൂർ ബേപ്പൂർ റെയിൽവേ 1861. നെക്സ്റ്റ് വൺ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നതിൻ്റെ പ്രധാന വേദി ചോദിച്ചേക്കുന്നില്ലേ? പയ്യന്നൂർ തന്നെ. ചുവടെ കൊടുത്തിട്ടുള്ളവരിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗത്തിന് തിരഞ്ഞെടുക്കുക. ക്ഷയമാണോ, ടൈഫോയിഡാണോ, ചിക്കൻ പോക്സ് ആണോ, എലിപ്പനിയാണോ വായുവിലൂടെ പകരുക? ഏതൊക്കെയായിരിക്കാം? ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ അല്ലേ? ക്ഷയം പകരുന്നുണ്ട്. അതുപോലെ എന്താണ് നമുക്ക് ചിക്കൻ പോക്സും പകരും. ക്ഷയം മീൻസ് അത് ചുമയ്ക്കുമ്പോഴൊക്കെ പുറത്തു പോകും. നെക്സ്റ്റ് വരുന്നത് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്? കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്? കോമ്പല്ലാണ്. ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഭൂമിക എന്ന് പറയും. ലിംഗാധിഷ്ഠിത അക്രമം ഭൂമിക. സ്കർവി ഏത് വിറ്റമിനുമായി ബന്ധപ്പെട്ടത്? സ്കർവി എന്ന് പറയുമ്പോൾ ഏതാണത്? വൈറ്റമിൻ സിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുക. രക്തത്തിൻ്റെ ദ്രാവക ഭാഗം അറിയപ്പെടുന്ന പേരെന്താണ്? ബ്ലഡിൻ്റെ ദ്രാവക ഭാഗം അറിയപ്പെടുന്ന പേരെന്താണ്? പ്ലാസ്മയല്ലേ? പ്ലാസ്മയിൽ രക്തകോശങ്ങളും പ്ലാസ്മയുമുണ്ട്. ദ്രാവക ഭാഗം പ്ലാസ്മയാണ്. ലൈറ്റ് യെല്ലോ, പെയിൽ യെല്ലോ കളറിലാണല്ലേ? കച്ചിയുടെ നിറം, ഇളം സ്വർണ്ണ നിറം എന്നൊക്കെ പറയുന്നതാണെന്ത്? പ്ലാസ്മ അടങ്ങിയേക്കുന്നത്. നെക്സ്റ്റ് താഴെ കൊടുത്തിട്ടുള്ളവയിൽ നെല്ലിൻ്റെ സങ്കര ഇനം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. അല്ലാത്തത് അനാമികയും അർക്കയും അല്ലേ? പൗത്രയൻ ഹ്രസ്വ ഈസ് നെല്ല്. പൗത്രയും ഹ്രസ്വയും നെല്ലാണ്. പൗത്രയൻ ഹ്രസ്വ നെല്ല്. താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം. ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണവസ്തു ഏതാണ്? ചുവപ്പ് നിറം കൊടുക്കുന്ന ആന്തോസയാനിൻ. എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആരാണിത്? ആനന്ദ് മോഹൻ ചക്രവർത്തി. സൂപ്പർ ബഗുകൾ മീൻസ് ഈ സൂപ്പർ ബാക്ടീരിയ, എണ്ണ മലിനീകരണ ബാക്ടീരിയയാണ്. സൂപ്പർ ബഗുകൾ ബാക്ടീരിയയാണ്. അതായത് കപ്പലുകളൊക്കെ പോകുമ്പോൾ എണ്ണ പോവാറുണ്ട്. അപ്പോൾ ആ ലീക്കിൽ സമുദ്രോപരിതലം മുഴുവൻ എന്താ കിടക്കുക? ഈ എണ്ണ ഇങ്ങനെ കിടക്കും. അപ്പോൾ അത് വരുമ്പോഴത്തേക്കിന് പ്ലവകങ്ങൾക്കൊന്നും അവിടെ ജീവിക്കാൻ സാധ്യമല്ല. അതുകൂടാതെ തന്നെ മറ്റ് ജീവികൾ അല്ലെങ്കിൽ കിളികൾ അല്ലെങ്കിൽ കടൽക്കാക്കകളൊക്കെ വന്നിരിക്കുമ്പോൾ അവർക്ക് നാശത്തിന് കാരണമാവുന്നുണ്ട്. കാരണം എണ്ണ ഒട്ടിപ്പിടിച്ചിട്ട് അവർക്ക് നിൽക്കാൻ സാധിക്കാതെ വരുന്നുണ്ട്. അങ്ങനെ ചിറക് ഒട്ടിപ്പിടിച്ച് പറക്കാൻ സാധിക്കാതെ വരുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളും ഈ എണ്ണ കൊണ്ട് ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. മലിനമായി പോകുന്നില്ല. അപ്പോൾ അത് തടയാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് എന്താ? സൂപ്പർ ബഗുകൾ എന്ന ബാക്ടീരിയ. പക്ഷേ അതിൻ്റെ ദോഷം എന്താണ്? ഈ എണ്ണ എടുക്കുന്ന എണ്ണ ഖനനം ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഈ ബാക്ടീരിയ അബദ്ധവശാൽ പോയാൽ
നശിക്കുക. അപ്പോൾ അതിന് കൺട്രോൾഡ് ആയിട്ടാണ് എന്ത് ഉപയോഗിക്കപ്പെടും സൂപ്പർ ബഗ് ബാക്ടീരിയകൾ ഉപയോഗിക്കുക. ജനിതകമാറ്റം വരുത്തിയ ബാക്ടീരിയ ആണെന്ത് സൂപ്പർ ബഗ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ജനിതകമാറ്റം വരുത്തിയ ബാക്ടീരിയ ആണെന്ത് സൂപ്പർ ബഗ് ബാക്ടീരിയ. നെക്സ്റ്റ് വൺ, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, കേന്ദ്ര തോട്ടവിള CPCRI എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി കാസർഗോഡ് അല്ലേ. കേന്ദ്ര തോട്ടവിള കാസർഗോഡാണ്. നെക്സ്റ്റ് വൺ, സൈലൻറ്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനം പ്രഖ്യാപിക്കപ്പെട്ട വർഷം. സൈലൻറ്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനം ഇപ്പോൾ LGS ചോദിച്ചു. പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? 1984 കേട്ടോ. 1984 താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ഐസോട്ടോപ്പുകളുടെ ജോഡി കണ്ടെത്തുക. ആൻസർ അതാണ് C12 C14. അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം. അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏതാണ്? ആൻസർ ജലപ്രവാഹമാണ്. ജലപ്രവാഹം. റെയറത്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏതാണ്? റെയറത്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ലാന്തനോയിഡ്സ്. ഇതൊക്കെ ACR ടെക്സ്റ്റിലുള്ളതാണ്. ടെക്സ്റ്റും കൂടി വായിച്ചെങ്കിൽ എഴുതാൻ പറ്റുമായിരുന്നുള്ള സമയത്ത്. റെയറത്സ് എന്ന് പറയുമ്പോഴത് ലാന്തനോയിഡ്സ് ആണ്. ഖനജലത്തിൻ്റെ രാസസൂത്രം എന്താണ്? ഖനജല രാസസൂത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? D2O എന്നാണ്. ക്ലോറാംഫെനിക്കോൾ ഇല്ല, അതിനകത്ത് ക്ലോറാംഫെനിക്കോൾ ഞാൻ ഒരു ദിവസം പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് കറക്റ്റ് ആൻസർ ഫൈനൽ ആൻസർ പ്രകാരം ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആക്കി കേട്ടോ. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഏതാണത്? സംവഹനമാണ്. തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏതാണ്? പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? ആൻസർ ഏതാണ്? മണ്ണെണ്ണയാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ് അല്ലേ. കാറ്റ്, തിരമാല, സൗരോർജ്ജം ഇതൊക്കെ എന്താണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് അല്ലേ. കാറ്റ്, സൗരോർജ്ജം, തിരമാല, ന്യൂക്ലിയറിൻ്റെതും ജിയോ തെർമലും ഒക്കെ എന്താണ്? ടൈഡലും അല്ലേ. തിരമാല ടൈഡലും ഒക്കെ പാരമ്പര്യേതര കേട്ടോ. ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? ചൊവ്വാ ദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ആൻസർ മംഗൾയാൻ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്ത മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നെങ്കിൽ ഈ പ്രതിഭാസത്തെ പറയുന്ന പേരെന്താണ്? ഒരു മാധ്യമത്തിൽ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അല്ലേ വ്യതിയാനം പറയുന്ന പേരെന്താണ്? അപവർത്തനം. ഒരു വസ്തുവിനെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണെന്ത്? ഓപ്ഷൻ ബി ഭ്രമണം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. സി യു വാച്ച് അഗെയിൻ.